ലാലേട്ടന്റെ വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ആള് ഡയറക്റ്റ് തന്നെ വാട്സപ്പ് വഴി ബന്ധപ്പെട്ട് അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ ഇപ്പൊ നമ്മൾ ശ്രദ്ധേയമായിട്ട് നിൽക്കുന്ന ഇപ്പൊ ലോകയിലെ ചന്ദ്ര എന്ന് പറയുന്ന ഒരു അതാണ്. ക്യാരക്ടറിനെ ചെയ്തതിലൂടെ ശേഷം മൂവി ആ സിനിമയിൽ തന്നെയുള്ള കല്യാണി പ്രിയദർശൻ കമന്റ് ചെയ്തായിരുന്നു. ഇപ്പൊ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനായിട്ട് എന്നാ ബ്രോണെ തന്നെ വരച്ചാലോ? ആ, പേരെന്തായിരുന്നു കറക്റ്റ്? എന്റെ പേരെന്താ? റോഷൻ റോഷൻ. ROSHEN. എന്നാ അത് വെച്ചാൽ തുടങ്ങിക്കളെ. ഓക്കെ, SHEN അല്ലേ? വെൽക്കം ടു ടോക്കിംഗ് പോയിന്റ്. ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിലൂടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാം വൈറലായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതായത് ലോക റിലീസിന് ചെയ്ത ശേഷം നമ്മുടെ ചന്ദ്രനെയൊക്കെ റീക്രിയേറ്റ് ചെയ്ത റഹീമേട്ടനും അതേപോലെ തന്നെ മകൻ റെയ്ഹാനുമാണ് നമ്മുടെ പോഡ്കാസ്റ്റിൽ ഇന്ന് ചേർന്നിരിക്കുന്നത്. സോ വെൽക്കം. താങ്ക് യു. സോ ഈ ഒരു ആർട്ട് എന്നുള്ളൊരു രീതിയിൽ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു റഹീം റെഡ് ആർട്സ് എന്ന് പറഞ്ഞ പേജ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? പേജ് എന്ന് പറയാൻ വര തുടങ്ങിയിട്ട് വര ശരിക്കും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലെ ചെയ്യും. അത് ചെറുപ്പം മുതലേ ഇങ്ങനെ ഉണ്ട്, ബ്ലഡിലുണ്ട്. പക്ഷെ വരയ്ക്കാനുള്ള സാഹചര്യം സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ വര തുടങ്ങുന്നത് ഇതേപോലെ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത്, ആ സമയത്തല്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സാറിനെ വരച്ചപ്പോൾ എല്ലാവരും കൂടി പേടിപ്പിച്ചു തന്നെ. ഇങ്ങനെ സാറിനെ വരച്ചാൽ നിനക്ക് ഇന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. പക്ഷെ സാറിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ആള് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അന്ന് മുതലാണ് പിന്നെ വര ചെയ്ത് വന്നത്. പിന്നെ +1 +2 ഒക്കെ ആയപ്പോഴത്തേക്കും വരയ്ക്കും, സ്കൂളിൽ നിന്ന് വരയ്ക്കും. പിന്നെ ഞാൻ ഇലക്ട്രോണിക്സ് ആയിരുന്നു എൻ്റെ ഫീൽഡ്. ഇലക്ട്രോണിക്സ് ആയിരുന്നു. ഇലക്ട്രോണിക്സ് ആവണമായിരുന്നു. ഇലക്ട്രോണിക്സ് മേഖലയിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. അങ്ങനെ പിന്നെ ആ ഒരു ഫീൽഡിലാണ് ഒരു 10-11 വർഷത്തോളം വർക്ക് ചെയ്തത്. ഇപ്പൊ ഞാൻ ഫുൾ ടൈം ആർട്ടിസ്റ്റ് ആണ്. ഇപ്പൊ ആ ഒരു മേഖലയിൽ തിരിച്ചു വന്നിട്ട് നമ്മുടെ ബ്ലഡിൽ പണ്ട് മുതലേ ഉള്ളത് കൊണ്ട് കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ എത്തി, വരയിൽ തന്നെ എത്തി. മൊബൈൽ റിലേറ്റഡ് ആയിട്ട് അതെ 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 ടെക്നീഷ്യൻ ആയിരുന്നു. അത് ഇപ്പൊ ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടുതലും ചെയ്യുന്നത് ആർട്ട് വർക്ക്സ് ആണ്. അപ്പൊ ഇപ്പം കൂടുതൽ വർക്ക് ഒക്കെ നമുക്ക് വരാറുണ്ടോ അതോ? നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഇതേപോലെ മൂവീസിന്റെ പ്രൊമോഷൻസ്, പിന്നെ കസ്റ്റമൈസ്ഡ് ഡ്രോയിങ് ഓർഡേഴ്സ് ഒക്കെ വരും. അത് എല്ലായിടത്തും വരും, ലോകത്ത് എല്ലായിടത്തും വരും. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെ നിന്ന് ചെയ്തിട്ട് നമ്മൾ എല്ലായിടത്തേക്കും ഷിപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്യാം. എത്രയാണ് പഠിക്കുന്നത്? ഞാൻ 3ാം ക്ലാസ്സിലാണ്, ദാർസലാമിലാണ്. വാപ്പി ഇങ്ങനെ വരക്കണൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാനും വരക്കണേ. എന്നെ സ്കൂളിൽ ഇപ്പൊ സബ് ജില്ലയിലും എന്ത് ഡ്രോയിങ് ക്ലാസ് ഉണ്ടെങ്കിലും ആദ്യം എൻ്റെ അടുത്തൊക്കെ തന്നെ. വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എല്ലാവരും എൻ്റെ അടുത്തുനിന്ന് വന്ന് ചോദിക്കും, നീ വരക്കുമല്ലേ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും ആ വരക്കുമെന്ന് പറയാം. ഈ സ്കൂളില് ഇപ്പൊ ഡ്രോയിങ്ങിനോട് ചേർന്ന് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആദ്യം എൻ്റെ അടുത്ത് തന്നെ തന്നെ. അതിപ്പോ വാപ്പിക്കാണെങ്കിലും കുറെ സ്കൂളിൽ നിന്നൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ടോ? വാപ്പിനെ കുറെ സ്കൂളിലൊക്കെ വിളിക്കും. അത് ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ പഠിച്ച സ്കൂളില് ഗസ്റ്റ് ആയിട്ട്, ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പ്രൗഡ് മൂമെന്റ് ആയിരുന്നു. അതപ്പോ ഏതായിരുന്നു സ്കൂൾ? ഏതായിരുന്നു അത്? നുസ്രത്തുൽ ഇസ്ലാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ തന്നെ, വീടിനടുത്ത് തന്നെയാണ്. അവിടെ VHSE എന്ന വിഭാഗത്തിലാണ് ഞാൻ പഠിച്ചത്. +2 VHSE അവിടെയാണ് വിളിച്ചത്. വീട് വന്നിട്ട് ആലുവ മാറമ്പള്ളി എന്ന് പറയും. മാറമ്പള്ളി സ്വദേശിയാ. ഇപ്പൊ ഈ ഒരു ഇപ്പൊ നമ്മൾ ശ്രദ്ധേയമായിട്ട് നിൽക്കുന്ന ഇപ്പൊ ലോകയിലെ ചന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടറിനെ ചെയ്തതിലൂടെ ഇപ്പൊ ശ്രദ്ധേയമായിട്ട് നിൽപ്പുണ്ട്. അപ്പൊ അതിനുശേഷം എന്തൊക്കെ അപ്രീസിയേഷൻസും പരിപാടിയൊക്കെ വന്നു? അതിനുശേഷം മൂവി ആ സിനിമയിൽ തന്നെയുള്ള കല്യാണി പ്രിയദർശൻ കമന്റ് ചെയ്തായിരുന്നു. പിന്നെ എന്താ പറയാ, സിനിമയിൽ തന്നെയുള്ള 1-2 വേറെ ക്യാരക്ടേഴ്സ് കമന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ കാണാത്ത ആരും ഇല്ല. ഏകദേശം യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പെട്ടെന്നാണ് വൈറലായ. ആദ്യം ഞാൻ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഇത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അന്ന് എന്തെങ്കിലും ആർട്ട് വർക്ക്സ് ഇങ്ങനെ ഡെയിലി ഇട്ടിട്ട് പോകണമല്ലോ. അത് കാരണം ഇവനെ കൂട്ടി ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇവന്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഇപ്പൊ എന്താ ചെയ്യാ. അപ്പൊ മുന്നേ ഇങ്ങനെ ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഒരു ചെറിയൊരു വർക്ക് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. പല ഫോട്ടോസ് കൂട്ടി വെച്ചിട്ട് ഒരു ഹാർട്ട് ഉണ്ടാക്കിയ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സംഭവം മനസ്സിലുള്ളതുകൊണ്ട് എന്നാ ഇവനെ കൂട്ടി ചെയ്യാന്ന് പറഞ്ഞു. കട്ടൗട്ട് രീതിയിൽ ചെയ്താണോ? അത് കട്ട് ചെയ്തതല്ല, അത് ഫോട്ടോസ് എല്ലാം കൂടി കൊളാഷ് പോലെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ചിത്രമാവും. അതിങ്ങനെ പണ്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഈ ഒരു വർക്ക് എങ്ങനെ വരും എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഫുള്ളും എങ്ങനെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്ന എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഇത് എങ്ങനെ ചെയ്തെടുക്കും എന്നുള്ളൊരു ഐഡിയ മാത്രം ഇല്ലായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ചെയ്തു. പിന്നെ ആള് നല്ല സപ്പോർട്ടായിരുന്നു. പല പല ഡ്രസ്സുകൾ മാറി ഇടാൻ പറയുമ്പോഴും അവൻ ഒരു കുഴപ്പമില്ലാതെ സമ്മതിച്ചു. താഴെ കിടക്കാൻ പറയുമ്പോൾ പല പല പോസ് എന്നോട് ഇങ്ങോട്ട് ചോദിക്കും, ഏത് പോസ് വേണമെന്ന് ഇങ്ങോട്ട് ചോദിക്കും. X വേണോ Y വേണോ. ഇത് ചെയ്തതിന് ശേഷം സ്കൂളിൽ നിന്നൊക്കെ കുറെ അപ്രീസിയേഷൻസ് കിട്ടാറുണ്ട്. സ്കൂളില് ആദ്യത്തെ ദിവസം വല്ല ഉണ്ടായില്ല. പിന്നെ 2ാമത്തെ ദിവസം ചെറിയ വ്യൂസ് ഒക്കെ കേറിയപ്പോ എല്ലാരും കണ്ട്, എന്നിട്ട് ചോദിച്ച് പെട്ടെന്നാണ് മില്യൻസിലോട്ട് വീഡിയോസ് പോയത്. അതെ അതെ ഒരു കുറച്ച് വ്യൂസ് ഇങ്ങനെ വന്നോണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ കേറോ ഇല്ലെന്ന് ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കായിരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു, പെട്ടെന്നായിട്ട് കയറി റീച്ച്.
അത് യൂട്യൂബിലും കയറി, ഇൻസ്റ്റയിലും കയറി. പിന്നെ അതിന് ശേഷം ഇതിന്റെ അനുബന്ധമായിട്ട് ചെയ്ത വീഡിയോസ് പോസ്റ്റ് എല്ലാം കൂടി ഏകദേശം 24 മില്യൺ പോയിട്ടുണ്ട് മൊത്തം. 24 മില്യൺ പോയി. വീഡിയോ അപ്ലോഡ് ചെയ്തൊരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും 2 മില്യൺ ഒക്കെ ഉണ്ടായി. പെട്ടെന്ന് ഞാൻ വിത്തിൻ 1 hour എന്തോ 1 മില്യൺ എന്തോ കയറി. കയറി ഭയങ്കരമായിട്ട് കയറി. ഇപ്പം മെയിൻലി അപ്പം ചെയ്യുന്ന ആർട്ട് വർക്കുകൾ സാൻഡ് ആർട്ട് അതേപോലെ തന്നെ വേറെ എന്തൊക്കെയാണ്? ഞാൻ ചെയ്യുന്ന ഒരു 12 ടൈപ്പോളം ചെയ്യുന്നുണ്ട്. സാധാരണ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന പോലെ തന്നെ പെൻസിൽ ഡ്രോയിങ്ങിന് തുടക്കം. പിന്നെ നമ്മള് ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നപ്പോൾ ടീ പൗഡർ വെച്ചിട്ട് ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ട് ലാലേട്ടന്റെ പ്രിസിഷൻ ഡയറക്റ്റ് ഫോണിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആള് വോയിസ് മെസ്സേജ് അയച്ചായിരുന്നു. അത് പല പല സിനിമക്ക് വേണ്ടിയിട്ട് ആളുടെ സിനിമക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ മൂവീസിലെ ക്യാരക്ടേഴ്സ് കാണിച്ചിട്ടുള്ളതാണ്. ലാലേട്ടന്റെ പല പല സിനിമ ഇറങ്ങുന്ന സമയത്ത് ഓരോന്നോരോന്നായിട്ട് ചെയ്തു തുടങ്ങിയതാ. അവസാനം ലൂസിഫർ കഴിഞ്ഞ് ഒടിയൻ കഴിഞ്ഞിട്ട് ലൂസിഫർ വരെ എത്തി. ലൂസിഫറിലാണ് ആള് കണ്ടത് എന്റെ ശരി. പിന്നെ അതേപോലെ അത് കഴിഞ്ഞിട്ട് ലീഫ് ആർട്ട്, പിന്നെ പേപ്പർ വെച്ചിട്ട് റോൾ ചെയ്തിട്ടൊരു വർക്ക് ഉണ്ട്, പേപ്പർ റോൾ ആർട്ട് എന്നാ പറയാ. പിന്നെ ചെയ്യണത് ഇപ്പൊ റീസെന്റ് ഒരു വൈറൽ വീഡിയോ ഉണ്ടായിരുന്നു, ഒരു പേപ്പർ വെച്ചിട്ട് ക്യുല്ലിങ് വർക്ക് എന്ന് പറയുന്നത്. ഈ പേരുകൾ എഴുതിയതാണ്. നമുക്ക് അതന്നെ പേരുകൾ എഴുതിയത്. അതിപ്പോ നമുക്ക് പുരാതന കാലം മുതൽ ആളുകൾ ചെയ്യുന്ന ഒരു കലാരൂപമാണ്. പക്ഷെ അതുകൊണ്ട് എല്ലാരും മേക്ക് ചെയ്യണത് മാല, കമ്മലൊക്കെയാണ് പണ്ട് ആളുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ വിദേശികൾ ചെയ്യും കേട്ടോ. അവിടെ നല്ല ഡിമാൻഡുള്ള വർക്കാണ് ഈ ക്യുല്ലിംഗ് വർക്ക്. നമ്മുടെ നാട്ടിൽ അത്ര പോപ്പുലർ അല്ല, ഡിമാൻഡായി വരുന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങളാ ചെയ്യുന്ന എല്ലാ വീഡിയോസും നല്ല റീച്ചായി കയറി പോകുന്നുണ്ട് ഈ ക്യുല്ലിംഗ് വർക്ക് എന്ന് പറയും, പേപ്പർ ക്യുല്ലിംഗ് വർക്ക്. പേപ്പർ റോൾ ചെയ്ത് അതെന്താ സംഭവം? അത് പേപ്പർ തന്നെ നമ്മുടെ സാധാ A4 ഷീറ്റ് പേപ്പർ റോൾ ചെയ്യും. റോൾ ചെയ്തിട്ട് ഏകദേശം ഒരു 10-24ഓളം റോളുകൾ ഉണ്ടാക്കിയിട്ട് റോളിന്റെ പുറത്ത് നമ്മൾ ഓരോ പീസായിട്ട് വരയ്ക്കും. ഹെയറിന്റെ പകുതി, കണ്ണിന്റെ പകുതി, അങ്ങനെ ഓരോ പീസായിട്ട് വരച്ചിട്ട് അവസാനം ഇതെല്ലാം റോൾ ചെയ്ത് ഒരു മേശപ്പുറത്ത് ഇങ്ങനെ അടുക്കി വെച്ച് കഴിയുമ്പോൾ ഒരു ചിത്രമാവും. ലൈക്ക് നമ്മുടെ വുഡിലൊക്കെ വുഡിൽ ചെയ്യുന്ന പോലെ. ഇത് റൗണ്ടാ, മറ്റേത് സ്ക്വയർ വുഡിൽ ചെയ്തിട്ട് അത് 4 സൈഡിൽ ചെയ്യാം. ഒരു വർക്ക് തന്നെ 4 കസ്റ്റമൈസബിൾ വർക്ക് വരാറുണ്ടോ? അത് ഞാൻ ചെയ്യുന്നില്ല. ഈ പേപ്പർ റോളിന് വരാറുണ്ട്, വുഡിൽ ചെയ്യാതെ പേപ്പർ ചെയ്യണത് വരാറുണ്ട്. പിന്നെ ലീഫ് അത്യാവശ്യം പോപ്പുലറാ, ലീഫ് വർക്ക്, ലീഫിൽ ചെയ്യുന്ന ആർട്ട്. ഇപ്പൊ ചെയ്തതായിട്ടുള്ള എന്തെങ്കിലും വർക്ക്സ് എല്ലാം കയ്യിലും? ഉണ്ട്. നമുക്ക് ഈ റീസെന്റ് ഒരു വീഡിയോ വീണ്ടും മില്യൺ അടിച്ചായിരുന്നു, നെസ്ലിന്റെ. ഞാൻ അതിലോട്ട് വരാനിരിക്കായിരുന്നു. മോനിൽ ഒരു സർപ്രൈസ് കൊടുത്ത് അതെ ആ വീഡിയോ ഞാൻ കണ്ടു. ഞങ്ങള് 3 പേരും കൂടി കൊണ്ടുപോയി. എന്നിട്ട് എന്നാ പറഞ്ഞു നല്ല അടിപൊളിയാന്ന് പറഞ്ഞു. മോന്റെ വീഡിയോ എവിടെയാ, സ്കൂൾ ഏതാന്നൊക്കെ ചോദിച്ചു. ഹഗ് ചെയ്താരും പറഞ്ഞില്ലേ. നേരത്തെ അറിഞ്ഞായിരുന്നു അപ്പൊ അവിടെ കാണാൻ പറ്റുമെന്നുള്ള? കാണാൻ പറ്റുന്നുള്ള അറിഞ്ഞായിരുന്നു. പക്ഷെ ആൾക്ക് ഇപ്പൊ ആള് പഴയ റേഞ്ച് അല്ല, കുറച്ച് റേഞ്ച് മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അതെ ആള് വേറെ ലെവലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ആരാധകരുടെ തിരക്കാണ് അവിടെ. അത് ഏത് സിനിമ ഞാൻ ഓർക്കല്ല, എനിക്ക് കറക്റ്റ് ആയിട്ട് അതറിയില്ല. റീസെന്റ് ആയിരുന്നു, എറണാകുളത്ത് തന്നെയായിരുന്നു. പക്ഷെ അത് വീഡിയോ പോസ്റ്റ് ചെയ്തത് അതിൽ ഞാൻ കാണിച്ചത് ഇവന് സർപ്രൈസ് കൊടുക്കുന്ന രീതിയിലാണ് ആ വീഡിയോ കൊണ്ടുപോയത്. ആ വീഡിയോ കാണുന്നവരെല്ലാരും ഒരു പുഞ്ചിരിയോടെയാണ് ആ വീഡിയോ കാണുന്നത്. എല്ലാവരും പേഴ്സണൽ ആയിട്ട് പറഞ്ഞു, എനിക്ക് ചിരിച്ചുകൊണ്ടേ ഈ വീഡിയോ കാണാൻ പറ്റുള്ളൂ അത്രേ. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. കാരണം എനിക്ക് ഈ ചന്ദ്രയുടെ ഇത് സജഷനിൽ വന്നതിന് ശേഷം എന്റെ അതിനകത്ത് എപ്പോഴും ചേട്ടന്റെ അക്കൗണ്ട് സജഷൻസ് കയറി വരുന്നുണ്ട്. അതിനുശേഷങ്ങളാണ് ഞാൻ ചേട്ടനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പൊ ചന്ദ്രയുടെ ആ ഒരു വീഡിയോ കണ്ടു, അത് ത്രോട്ട് ഞാൻ കണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് മോന്റെ ഈ നെസ്ലിന്റെ വർക്ക്, അതേപോലെ ഹാഷിറിനെ ചെയ്തിട്ടുള്ള ടീ പൗഡർ, അതേപോലെ ഹനാൻഷായുടെ, അങ്ങനത്തെ കുറെ സംഭവങ്ങള് കണ്ടിന്യൂസ് ഇപ്പൊ ഫീഡിൽ കയറി വരുന്നുണ്ട്. സഞ്ജു സാംസന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. സഞ്ജു സാംസൺ ടീ പൗഡർ വർക്ക്. ഇപ്പൊ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ട്? ഇപ്പൊ ലൈവായിട്ട് ഇപ്പം എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? നമുക്ക് ഒരാള് വേണം വരയ്ക്കാൻ. എന്നാ ബ്രോണെ തന്നെ വരച്ചാലോ? അതിപ്പോ നമുക്ക് ഈ കോൺവെർസേഷൻ ഇടയിൽ വരച്ചു പോകുന്നതിന് ഇല്ല, കുഴപ്പമില്ല. നമുക്ക് സംസാരിക്കുന്ന ഇടയിൽ വരച്ചു പോവാം. പേരെന്തായിരുന്നു കറക്റ്റ്? പേര് റോഷൻ. ROSHEN. ഓക്കെ, എന്നാ അത് വെച്ചാൽ തുടങ്ങിക്കളെ. ഓക്കെ. അപ്പം എന്തിലായിരുന്നു നമ്മള് ഒരു ആർട്ട് സ്റ്റാർട്ട് ചെയ്തു പോയത്? അതായത് എന്ത് വരച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്? പെൻസിൽ ആർട്ടിനാണോ സ്റ്റാർട്ട് ചെയ്തിരുന്നത്? അല്ലല്ല, സാധാരണ കുട്ടികളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മൃഗങ്ങള്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ വരച്ചു തുടങ്ങിയത്. മരം, അതൊക്കെ തന്നെ പണ്ട് ഞാൻ വരച്ചു തുടങ്ങിയത്. പിന്നെ ക്രിയേറ്റിവിറ്റി ആണ് മെയിൻ. ഞാൻ പെൻസിൽ ഡ്രോയിങ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ
മനസ്സിലായി പെൻസിൽ ഡ്രോയിങ് എന്നെക്കാളും നന്നായിട്ട് ചെയ്യുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. ഉം. ഇഷ്ടം പോലെ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ അവരുടെ കൂടെ ഒന്നും നമുക്ക് എത്തിപ്പിടിക്കാനോ എത്തിച്ചേരാനൊന്നും പറ്റില്ല. കാരണം ഇന്ന് തന്നെ ഇപ്പൊ കുറെ ഇൻഡെപ്ത് ഫീൽ കിട്ടുന്ന കുറെ ഇമേജസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇഷ്ടം പോലെ വരുന്നു. നല്ല അനുഗ്രഹീത കലാകാരന്മാരുണ്ട്. ഉം. എന്നെക്കാളും നന്നായിട്ട് വരയ്ക്കുന്ന ഒത്തിരി പേര് പുറത്തുണ്ട് ബ്രോ. കാരണം അവർക്ക് റീച്ച് കിട്ടുന്നില്ല. അതെ കാരണം ഒരു ഇപ്പൊ സത്യം പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അതെ കാരണം ആർട്ടിസ്റ്റിന് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെക്കാളും നന്നായിട്ട് വരയ്ക്കുന്നവർ ചിലപ്പോൾ ആ ഒരു ആൽഗോരിതം മനസ്സിലാക്കി വീഡിയോ ചെയ്യണമെന്നില്ല. ഉം, ഉം, അപ്പൊ അവരുടെ വീഡിയോ റീച്ച് ആവണമെന്ന് നിർബന്ധമില്ല. ഉം. അപ്പൊ പക്ഷെ വരയുടെ ഔട്ട്പുട്ട് ഭയങ്കരമായിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഈ ഒരു ഇതിൽ ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ അറിയണം, അതെ എഡിറ്റിംഗ് അറിയണം, എല്ലാ കാര്യങ്ങളും അറിയണം. ആൽഗോരിതം മനസ്സിലാക്കി വീഡിയോ ചെയ്യണം. ഇന്ന് കുറെ ഇപ്പം ക്രിയേറ്റേഴ്സ് ഉള്ളതുകൊണ്ട് അതെ നമുക്ക് അതെ 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 കുറെ പേരല്ലെങ്കിൽ ഇതേപോലെ വീഡിയോ ചെയ്തില്ലെങ്കിൽ അവര് അതെ 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 തള്ളപ്പെട്ടു അതെ വന്ന പോലെ പോകും. സത്യം. പുലികളുടെ ഇടയിലേക്കാണ് നമ്മുടെ വീഡിയോ അതെ ചെന്ന് വീഴുന്നത്. അതും ലക്ഷക്കണക്കിന് വീഡിയോ ആണ് ഓരോ സെക്കൻഡിൽ അപ്ലോഡ് ചെയ്യപ്പെടണമല്ലോ. അതെ അതെ അതിൽ കയറി വരാന്ന് പറഞ്ഞാലാണ് വ്യത്യസ്തത എന്തായാലും കൊണ്ടുവന്നേ പറ്റും. അതെ അങ്ങനെയാണ് ഞാൻ ഈ പെൻസിൽ ഡ്രോയിങ്ങിന് പതിയെ മാറി ഉം. ടീ പൗഡർ വർക്ക് അങ്ങനെയുള്ള പല വർക്കിലേക്ക് ഇങ്ങനെ പോകുന്നത്. ഇനിയും 1-2 പുതിയ വർക്ക്സ് റെസിൻ വെച്ചിട്ടൊക്കെ ചെയ്യാനുള്ള ഉം. പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുക. സക്സസ് ആയി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ആയിട്ട് വരും. അതെ അതെ ഉം. ഇപ്പോ ഇതല്ലാണ്ട് ഏതെങ്കിലും ഇന്റർവ്യൂസോ പോഡ്കാസ്റ്റോ അങ്ങനെ എന്തെങ്കിലും വന്നായിരുന്നു? ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ യൂട്യൂബ് ചാനൽസിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ ന്യൂസ് ചാനലൊക്കെ വന്നിട്ടുണ്ട് പല തവണ. പക്ഷെ ഇന്റർവ്യൂ ആയിട്ട് ഇതേപോലെ വന്നിട്ടില്ല. ആ പിന്നെ ഭാഗ്യം നമുക്ക് ഇരിക്കട്ടെ. റേഡിയോ അങ്ങനത്തെ റേഡിയോസിൽ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പോ വാപ്പി ഇപ്പം വരയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട്? ആ ഇപ്പൊ സ്കൂളിൽ നിന്ന് തന്നെ സബ് ജില്ലയെന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് മത്സരത്തിനായിട്ട് വേറെ ഇപ്പൊ 100-ലധികം സ്കൂളിലത്തെ പിള്ളേരൊക്കെ തമ്മിൽ മത്സരമുണ്ട്. അതിനിപ്പോ സാറ് പറഞ്ഞ് വാപ്പി എടുത്ത് ചോദിച്ച് പ്രാക്ടീസ് ചെയ്യാൻ. അപ്പൊ വാപ്പി എടുത്ത് വെച്ചപ്പോ വാപ്പി ഓരോ ട്രിക്സ് ഒക്കെ പറഞ്ഞുതരും. ഞാൻ തന്നെ വരയ്ക്കുമ്പോ അധികം ഇത് കിട്ടൂല, ഭംഗി കിട്ടൂല. വാപ്പി പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വരുമ്പോ ഇച്ചിരി കൂടെ ഭംഗി കിട്ടും. വാപ്പിയാണോ ഇപ്പൊ ഇതില് ഡ്രോയിങ്ങിൽ ഇൻസ്പിറേഷൻ ആയിട്ട് നിൽക്കുന്ന വാപ്പി തന്നെയാണ്? വാപ്പി ടീച്ച് ചെയ്യും. ആളുടെ ഒരു വീഡിയോ എടുത്ത് വൈറലായിട്ടുണ്ടായിരുന്നു. ഹൽക്കിനെ വരച്ചത് കണ്ടിരുന്നോ? അത് കണ്ടിരുന്നു ഞാൻ. അങ്ങനത്തെ കുറച്ച് ആർട്ടിലേക്കും വരാണ്ടിരിക്കുന്നു. മറ്റേ വാളില് ഹൾക്ക്, അതേപോലെ മാവേലി. അതെ അതെ അതെ. മാവേലിയുടെ കൂടെ ഒരു ഐറ്റം കൂടെ ചെയ്ത ആളായിരുന്നു. ഒരു തൊപ്പി വെച്ചൊരു മാവേലി. അത് മറ്റേ നബിദിനത്തിൽ നബിദിനത്തിൽ മിക്സ് ആക്കിയിട്ട് അത് നല്ലൊരു ആശയമായിരുന്നു. അതെ അല്ലേ. അതൊക്കെ വാപ്പിയുടെ കൂടെ ഹെൽപ്പ് ചെയ്യണോ അതോ ഫുള്ള് മോൻ തന്നെ ചെയ്യണോ? വാപ്പി ട്രിക്ക് പറഞ്ഞു തരും, ഔട്ട്ലൈൻ ഒക്കെ ചെറുതായിട്ട് തരും. അപ്പൊ ഇത് വാപ്പി എല്ലാ ദിവസവും ട്രെയിൻ ചെയ്യിപ്പിക്കൂ അതോ ഇത് എന്നോട്ടാ ഇങ്ങനെ മോനും വരയ്ക്കണമെന്ന് തോന്നി തുടങ്ങി എന്നോട്ടാ? അത് വാപ്പി ഇങ്ങനെ ചെയ്യും. അപ്പൊ ഒരു ആർട്ടിസ്റ്റിന്റെ മോനാന്നൊരു വാക്ക് വേണ്ടേ അതിന്. അപ്പൊ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ആമിയോൺഗിർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉള്ള ഒരു പേരാണ് വിട്ടേക്കുന്നത്. വീട്ടില് വിളിക്കുന്ന ആമി. അപ്പൊ അങ്ങനെ ഒരു പേരിലൊക്കെ എങ്ങനെ പോയെ? അത് ആ പാട്ട് തമയോങ്കർ എന്ന് പറഞ്ഞൊരു പാട്ട്. അപ്പൊ എല്ലാരും നോർമലായിട്ട് അവരുടെ പേര് ഇടുന്നത്. അപ്പൊ വാപ്പി പറഞ്ഞ് എനിക്ക് ഇച്ചിരി അടിപൊളിയായിട്ട് വെറൈറ്റി പേര് ഇട്ടാലോ എന്നൊക്കെ പറഞ്ഞ്. ഞാൻ സ്കൂളിലേക്കൊക്കെ പോയി വന്ന് ഉമ്മയുടെ ഫോൺ എടുത്ത് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഉമ്മി പറഞ്ഞ് എനിക്കായിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയേണ്ടത്. ഞാൻ അടിച്ചു നോക്കുമ്പോ പേര് മേളില് മുഹമ്മദ് റെയ്ഹാൻ നടക്കണ്ട്, പക്ഷെ പേര് അമയോങ്കർ. അപ്പൊ ഉമ്മയാണോ പേരിട്ടെ? വാപ്പിയാണ്. അപ്പൊ അതിപ്പോ ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറയുന്നത്? ആ പേരൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും പാട്ടൊക്കെ പറയാറുണ്ടോ? പറയാറുണ്ട്, കളിയാക്കി പാടും കുറെ പാട്ട്. ഇപ്പൊ എത്ര പഠിക്കുന്നേന്ന് പറഞ്ഞു? 3-ല്. ഇപ്പൊ അവിടെ ഇപ്പൊ എന്തേലും ഡ്രോയിങ് കോമ്പറ്റീഷൻസിലൊക്കെ സ്ഥിരം പങ്കെടുക്കാറുണ്ടോ? കുറെ ഉണ്ട്. ഇപ്പൊ ഈ ഡ്രോയിങ്ങിന്റെ മത്സരം തന്നെയായിട്ട് അൽഹുദ, അല്ലമീൻ അങ്ങനെ കുറെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. ഇനി സബ് ജില്ല എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഈ എല്ലാ വർഷത്തിലും ഉണ്ട്. അത് ഇപ്രാവശ്യം പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്. സയൻസ് ചാർട്ട്, സോഷ്യൽ സയൻസ് ചാർട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ സയൻസ് ചാർട്ട് എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെ എന്ത് ചെയ്യണമെന്നൊക്കെ ഉള്ള ഒരു പടം വരക്കണം. അതിനായിട്ട് ട്രെയിൻ ചെയ്യാൻ ഒക്കെ ആദ്യം തന്നെ എൻ്റെ അടുത്ത് വന്ന പ്ലാസ്റ്റിക് വർക്ക്സ് എന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് ഇപ്പൊ കുളത്തിലേക്കൊക്കെ വലിച്ചെറിയാണ്, പിന്നെ ഡസ്റ്റ്ബിന്നിൽ ഇടാണ്ട് വെറുതെ അത് യൂസ് ചെയ്തൊരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഈ
വേസ്റ്റ് ഡസ്റ്റ്ബിൻ ഇടണം, കുളത്തിലേക്കൊന്നും അതായത് വലിച്ചെറിയരുത്, അങ്ങനെ പ്ലാസ്റ്റിക് മലിനീകരണം എങ്ങനെ ഇല്ലാതാക്കാന്നുള്ള അതിനെക്കുറിച്ചുള്ളൊരു ലൈക്ക് അത് ആശയം. വെച്ചിട്ട് ആർട്ട് ക്രിയേറ്റ് ചെയ്യാനാണോ അതോ ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ ആ ഒരു ഫോട്ടോ ഒരു ഭൂമി ഇങ്ങനെ, ആ. എന്നിട്ട് ഭൂമിന്റെ ചുറ്റും ഇങ്ങനെ പ്ലാസ്റ്റിക് കിടന്ന് ഭൂമി ആകെ അലമ്പായിട്ടൊക്കെ കിടക്കണം, എന്നിട്ട് ഓക്സിജൻ ഇല്ലാതെ. ഭൂമി നല്ല രീതിയിൽ സാധാക പോലെ ആകണം, അങ്ങനത്തെ ഒരു ഡ്രോയിങ്. ഇപ്പോഴത്തെ മലിനീകരണോ അതില്ലാത്ത ഭൂമി അങ്ങനത്തെ വർക്ക് ചെയ്തോ അതോ അതിനിപ്പോ വർക്ക് നടക്കുവാണ്? വർക്ക് നടക്കുവാണ്. ആ വീട്ടിൽ പ്രിന്റ് എടുത്ത് കുറെ ഫോട്ടോസ് ആണ്, അത് നോക്കിയൊന്ന് വരക്കണം. വാപ്പി ചെറുതായിട്ട് ട്രെയിനിങ് ഒക്കെ തരും. ഇപ്പോ വാപ്പിയുടെ ഇൻസ്പിറേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ആരാന്ന് പറഞ്ഞിട്ടുണ്ടോ? വാപ്പി എന്ത് കണ്ടിട്ടാണ് ഈ ഒരു ഡ്രോയിങ് എന്നുള്ള ഇതിലേക്ക് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ വാപ്പി, ഞാൻ ചോദിച്ചു വാപ്പിക്ക് ഈ ഡ്രോയിങ് ഇത്ര ഇഷ്ടം എന്താന്ന് വെച്ച്. വാപ്പി പറഞ്ഞ് എനിക്ക് കുറെ കഴിവുണ്ട്, അതിൽ നിന്നൊക്കെ ഏറ്റവും നന്നായിട്ട് എനിക്ക് അറിയണ ഡ്രോയിങ് ആന്നൊക്കെ വാപ്പി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വാപ്പി വേറെന്തൊക്കെ ചെയ്യണേ? വാപ്പി ഡ്രോയിങ് ചെയ്യും, പിന്നെ മൊബൈല് ചെറുതായിട്ടൊക്കെ റിപ്പയറിങ് ചെറുതായിട്ട്. അത് പ്രൊഫഷണലി അല്ലാണ്ട് പാട്ടൊക്കെ പാടുവോ? പാട്ടൊക്കെ പാടുവോ? വാപ്പി പാട്ട് പാടുവോ? പാടും. ആമി പാടുവോ? ഞാനാ? ആ ഞാനും പാടും. ഒരു പാട്ട് പാടാവോ? ആ അറിയാവുന്നൊരു പാട്ട് പാടും. കുറച്ചടുത്തോട്ട് ഇതിൻ്റെ അറിയാവുന്നൊരു പാട്ട് അറബി പാടി പാട്ട് അറിയാം. മതി, എന്ത് പാട്ടാണെങ്കിലും മതി. من صليت بكل الأنبياء يا من في قلبك رحمة للناس يا من ألفت قلوبنا بالإسلام يا حبيبي يا شافي يا رسول الله بأمي وأبي فتيتك سيدي صلاة الله سلام عليك يا نبي حبيبي يا محمد أتيت بالسلام والمدى محمد حبيبي يا محمد أتيت بالسلام والمدى محمد يا من هليت يا رب الإيمان يا من إجمالك ألم يئسان يا من ألفت قلوبنا بالإسلام يا حبيبي يا شافي يا رسول الله محمد محمد رحمة للعالمين رحمة للعالمين محمد محمد رحمة للعالمين رحمة للعالمين. നന്നായിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിൽ ഇതൊക്കെ അല്ലാണ്ട് പാട്ടൊക്കെ പാടാറുണ്ടോ? ആ സ്കൂളിൽ എന്തൊക്കെ കോമ്പറ്റീഷൻസിലാണ് പങ്കെടുക്കാറുള്ളത്? ഫുട്ബോള്, പാട്ട്, ക്രാഫ്റ്റ്, പിന്നെ ഡ്രോയിങ് ഒക്കെ തന്നെ. വാപ്പിയുടെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുകയാണെങ്കിൽ, അതായത് വാപ്പി വാപ്പിന്ന് വിളിച്ച് ചേട്ടൻ്റെ ഒരു ഇൻസ്പിറേഷനിലേക്ക് പറയുകയാണെങ്കിൽ ഡ്രോയിങ് എങ്ങനെയാണ്, ആരാണ് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്? കേരളത്തിൽ തന്നെയുള്ള ഒരാളാ, കേട്ടിട്ടുണ്ടാവും, ഡാവിഞ്ചി സുരേഷ് ചേട്ടൻ. ആളുടെ വർക്ക്സ് കാണുമ്പോൾ ശരിക്കും കണ്ണുള്ളി നോക്കിയിരുന്നുണ്ട് ഒത്തിരി. അത് ആളാണ് ശരിക്കും പറഞ്ഞ ക്രിയേറ്റിവിറ്റിയിലേക്ക് പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണം, മാറി ചിന്തിക്കാനുള്ള കാരണം. പിന്നെ സുഹൃത്തുക്കളൊക്കെ പറയും ഇതേപോലെ മാറി ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി റീച്ച് കിട്ടുന്നത് ശരിക്കും ശ്രദ്ധിച്ചായിരുന്നു. മറ്റുള്ള വർക്ക്സിൽ നിന്ന് ഇങ്ങനെ മാറി പുതിയ പുതിയ സംഭവങ്ങൾ കൊണ്ടുവരും. ഇപ്പൊ ചന്ദ്രയുടെ വർക്ക് ചെയ്ത ഉൾപ്പെടെ അങ്ങനത്തെ വർക്ക് വേറെ ആരും കണ്ടിട്ടില്ല എന്ന് എന്നോട് എല്ലാവരും പറഞ്ഞു. അങ്ങനെ ബ്രോ കണ്ടോ അങ്ങനത്തെ ഏതെങ്കിലും വർക്ക് കണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് ടൈം. അതന്നെ എല്ലാവരും പറഞ്ഞേ. അപ്പൊ അങ്ങനെ മാറി ചിന്തിക്കുമ്പോൾ റീച്ച് നമുക്ക് ശരിക്കും അതിനെ കാരണം മനസ്സിലാക്കാൻ അതൊരു വ്യത്യസ്തത വരുമ്പോൾ നമ്മൾ എന്തായാലും നോക്കും, അതെന്താണെന്ന് കാണാനായിട്ടാണെങ്കിലും ത്രൂ ഔട്ട് വീഡിയോസ് ആണ് അതെ നമ്മൾ അതെ. വാച്ച് ചെയ്യും. പിന്നെ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ ഒരുപാട് കോപ്പി ചെയ്യപ്പെടുന്ന ഒരുപാട് സംഭവമാണല്ലോ. പിന്നെ ഈ പോർട്രേറ്റ് തന്നെ ഇപ്പൊ ഒത്തിരി ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നുണ്ട് ഈ ഒരു വർക്ക് തന്നെ. അപ്പൊ ആളാണ് ശരിക്കും ഇൻസ്പിറേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ ഓക്കെ. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഇതിലൊരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ് ഇപ്പം ആർട്ടിൽ? ചലഞ്ചിങ് ആയിട്ട് ഞാൻ ചെയ്യുന്ന വർക്ക്സിലാണോ? ആ. ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് വന്നേക്കുന്നത് ടീ പൗഡർ ആയിട്ടാണ്. ടീ പൗഡർ ചെയ്തെടുക്കാൻ വളരെ ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം സമയം ഒരുപാട് എടുക്കും. ഓക്കെ. ശരിക്കും സാൻഡ് ആർട്ട് ചെയ്യണ ഒരു കൺസെപ്റ്റില് സാൻഡ് ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങുന്നത്, ടീ പൗഡർ ആയിട്ട് തുടങ്ങണം. അപ്പോൾ സാൻഡ് ആർട്ടിങ്ങും ചെയ്യുന്നില്ല, രണ്ടും ചെയ്യണം. സാൻഡ് ആർട്ട് ചെയ്യുമെങ്കിലും ടീ പൗഡർ ആയിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. Okay. സാൻഡ് ആർട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് ഇതില് നമ്മുടെ വീട്ടിലൊന്നും അധികം അന്ന് AC ഒന്നും ഉണ്ടായിരുന്നില്ല.
ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്ത് നിൽക്കണം. ബെൻഡ് ചെയ്ത് ഒത്തിരി നേരം മണിക്കൂറുകൾ നിൽക്കണം. പുറം വേദന കാരണം ഉണ്ടാവും, കഴുത്ത് വേദന അതൊക്കെ ഉണ്ടാവും. പിന്നെ മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ ചൂട്. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫാൻ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. എനിക്ക് ആദ്യ നാളിലൊക്കെ ഒരു വർക്ക് ചെയ്യാനായിട്ട് 8 മണിക്കൂർ വരെ പോയിട്ടുണ്ട് ഒരാളുടെ ഫേസ് ചെയ്യാൻ. അപ്പൊ അത്ര നേരം ഇങ്ങനെ നിന്ന് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. പിന്നെ ആയി വന്നപ്പോൾ സ്പീഡ് കൂടി ഞാൻ 20 മിനിറ്റിലൊക്കെ ചെയ്യും ഒരു ഫേസ്. ഇപ്പൊ അവിടെ വരെ എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി സ്പീഡാക്കി എടുക്കണം. 5 മിനിറ്റിലൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ലൈവ് ഷോസിലൊക്കെ ടീ പോട്ടായിട്ട് ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ.